9 വട്ടം പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് 9 വട്ടമൊക്കെ പീഡിപ്പിക്കുമ്പോ ഒരു വട്ടം പീഡിപ്പിക്കുമ്പോ എനിക്ക് ഓടിക്കൂടേ ഇതിന് 9 വട്ടം പീഡിപ്പിക്കാൻ നിന്ന്. പുരുഷന്മാര് നല്ലതല്ലാന്ന് പറയുന്നില്ല, പക്ഷെ ചില പുരുഷന്മാർ അത്ര നല്ലതല്ലാതെ പാവം സ്ത്രീകളെ വെറുതെ വേട്ടയാടുന്നവരും ഉണ്ട്. അത്രയും നല്ലതായിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാരെയും വേട്ടയാടുന്നു. തീർച്ചയായിട്ടും അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന പുരുഷന് കൊടുക്കണമെന്ന് പറയണേ. പുരുഷൻ ഇത് വേണം, അതായത് തുല്യത വേണം, തുല്യത വേണം. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരുവിധ സ്ത്രീകളൊക്കെ ഈ അതിക്രമം കാണിക്കണത്. ഇപ്പം എന്തൊക്കെ പീഡനങ്ങളും കാര്യങ്ങളും പറയുന്നതിനെ കൊണ്ട് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പറയണേ. എന്തെല്ലോ എന്താണ് 1 കൊല്ലം 2 കൊല്ലം മുന്നല്ലോ പ്രേമിക്കുക, എന്നിട്ട് പോകുക, എന്നിട്ട് റൂം എടുത്ത് നിൽക്കുക. എനിക്കറിയില്ല. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വരികയാണ്, ഇന്നെ എന്നെ പീഡിപ്പിച്ചു. നീ എന്താ ചെറിയ 12 വയസ്സുള്ള കുട്ടിയെ എന്നെ പീഡിപ്പിക്കുക? എടാ നീ പക്വതെത്തിയൊരു സ്ത്രീയാണ്. നീ നിന്റെ വീടിന്റെ വാതിലും അല്ല, നീ പോയിട്ടല്ലാതെ നീ ആ റൂമിലേക്ക് എത്താണ്ട് ഇനി ഒരാൾക്ക് പീഡിപ്പിക്കാൻ പറ്റൂല. പറ്റുമോ? നമ്മൾ എന്തിനാണ് വെറുതെ ഒരാളെ ഒരു പുരുഷന് തേജാവധം ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ തന്നെ എന്തോ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു 9 വട്ടം പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് 9 വട്ടമൊക്കെ പീഡിപ്പിക്കുമ്പോ ഒരു വട്ടം പീഡിപ്പിക്കുമ്പോ എനിക്ക് ഓടിക്കൂടേ ഇതിന് 9 വട്ടം പീഡിപ്പിക്കാൻ നിന്ന്. ഇത് കേൾക്കുന്നവര് മണ്ടന്മാരാണോ?